സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, കാനായിലെ കല്യാണത്തിന് ഈശോ വെള്ളം വീഞ്ഞാക്കിയതായി നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. കാനായിലെ കല്യാണം ആരുടേതായിരുന്നു? അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഈശോ തൻ്റെ സഭയ്ക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം സുവിശേഷ കാഹളം എന്ന ഒരു ചാനലിൽ അതിനെക്കുറിച്ച് തെറ്റായി പഠിപ്പിക്കുന്ന കേട്ടു. യോഹന്നാൻ ശ്ലീഹായുടെ വിവാഹമായിരിക്കാമെന്നും യോഹന്നാൻ ശ്ലീഹ അത് പറയാതിരുന്നതാണെന്നും എന്നുള്ള കാര്യങ്ങൾ തെറ്റായി പഠിപ്പിക്കുന്ന കേട്ടു. ഈ ചാനലുകളൊന്നും ഞാൻ കാണാറില്ല. ഹോളി സ്പിരിറ്റ് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ കാണാറുള്ളൂ. യോഹന്നാൻ ശ്ലീഹായുടെ വിവാഹം ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ഈശോ ഇതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. ഇൽ പോയമാൽ ഡെൽ ഉമോഡിയോ, അതായത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകങ്ങളിലൂടെ സഭയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലുള്ള തെറ്റുകൾ തിരുത്തി ഏക പഠന സഭയിൽ വരണം. അതുകൊണ്ടാണ് ഈശോ നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. യോഹന്നാൻ 21-25 വചനപ്രകാരം ഈശോ ചെയ്ത മറ്റു കാര്യങ്ങളുണ്ട്. അവയെല്ലാം എഴുതപ്പെട്ടിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ഈ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വചനപ്രകാരം സുവിശേഷത്തിലില്ലാത്ത കൂടുതൽ കാര്യങ്ങൾ സമയത്തിൻ്റെ തികവിൽ ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ വിവാഹമായിരുന്നില്ല. യോഹന്നാൻ ശ്ലീഹ വിവാഹിതനായിരുന്നില്ല. ജീവിതാവസാനം വരെ വിരക്തി ജീവിതം നയിച്ച വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ യോഹന്നാൻ ശ്ലീഹയ്ക്ക് അമ്മയായി കൊടുത്തത്. പിന്നെ ഈശോയുടെ കരുണയും സ്നേഹവും വിശുദ്ധിയല്ല ഏറ്റവും കൂടുതൽ സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്തിയ യോഹന്നാൻ ശ്ലീഹായ്ക്കാണ് അന്ത്യത്താഴത്തിന് ഈശോയുടെ മാറിൽ ചാരിക്കിടക്കുവാൻ ഭാഗ്യം ലഭിച്ചതെന്ന് നമുക്കറിയാം. പിന്നെ ആരുടെ വിവാഹമായിരുന്നു? നമുക്ക് അതിലേക്കൊന്ന് പോകാം. ലൂക്ക 8:3 ഒരു ഈശോയുടെ ശിഷ്യകളുടെ ഗണത്തിൽ ഒരു സൂസന്നയെ കാണുന്നുണ്ട്. ആ സൂസന്നയുടെ വിവാഹമായിരുന്നു, ഈശോയുടെ ബന്ധുവായ സൂസന്നയുടെ വിവാഹമായിരുന്നു. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ എന്തുകൊണ്ടാണ് തൻ്റെ പേര് എഴുതാതിരുന്നതെന്ന് ഈശോ നമുക്ക് വ്യക്തമായിട്ട് വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്. തൻ്റെ എളിമ കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. തൻ്റെ സുവിശേഷം ഉടനീളം ഈശോ സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെയാണ് വിവരിക്കുന്നത്. തൻ്റെ എളിമ കൊണ്ടാണെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നെ ഈശോ കാനായിലെ കല്യാണത്തിന് അത്ഭുതം പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് ഈശോ പ്രത്യേകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ അമ്മ താൻ ദൈവപുത്രനാണെന്നും തൻ്റെ അമ്മ ദൈവപുത്രൻ്റെ മാതാവാണെന്നും അവിടെ വിശ്വസിക്കാതിരുന്ന തൻ്റെ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. തൻ്റെ ആയിട്ടില്ല എന്നിട്ട് പോലും അത് കാനായിൽ വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചു. പരിശുദ്ധ അമ്മയുടെ മഹത്വം കാണിക്കാൻ വേണ്ടിയാണ്. താൻ ദൈവമാണെന്നും തൻ്റെ മാതാവ് പരിശുദ്ധ അമ്മ തൻ്റെ മാതാവ് ദൈവപുത്രൻ്റെ അമ്മയാണെന്നും അവിടെ വിശ്വസിക്കാതിരുന്ന ബന്ധുക്കൾക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈശോ ഇതെല്ലാം ചെയ്തത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. സ്ത്രീയെ എനിക്കും നിനക്കും എന്ന് പരിശുദ്ധ അമ്മയോട് പറയുന്നത് അതുകൊണ്ടാണ്. തൻ്റെ സമയമാകാതിരുന്നിട്ട് പോലും അവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. ഇതെല്ലാം വളരെ മനോഹരമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അവേ മരിയ.